പൊതു ചർച്ചയിലേക്ക് വരുന്നത്. അത് വലിയൊരു ചർച്ചാ വിഷയമായിട്ട് ആളുകൾ എന്നും TV ചർച്ചയിലൊക്കെ എന്നും എടുത്ത് ഉപയോഗിക്കുന്ന സംഭവമായിട്ട് മാറിയത് സത്യത്തിൽ ഈ അയോധ്യ വിഷയം ഇതുപോലെ കൊടുമ്പിരി കൊണ്ടതിന് ശേഷമല്ലേ? നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. ഞാൻ പറയാതെ അങ്ങനെയാണെന്നാണ്. അതിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടത്. അപ്പോൾ അവിടെ അത് പറയുന്ന സമയത്ത് ഈ മറുപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താ കാണുന്നത്? അതൊന്നുമില്ല. അത് നിങ്ങൾ ഈ പള്ളി പൊളിച്ച് അവിടെ അമ്പലം പണിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന കള്ളക്കഥകളാണ്, അത് നിങ്ങളുടെ വളച്ചൊടിച്ച കഥകളാണ്, ചരിത്രം തിരുത്തുന്നതാണ് എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിച്ചത്, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് ബാബറിനെ പോലെയൊക്കെയുള്ള, ഔറംഗസീബിനെ പോലെയൊക്കെയുള്ള ആളുകളെ, ഇതുപോലെയൊക്കെ ഉള്ള ക്രൂരന്മാരായിട്ടുള്ള ആളുകളെ നിങ്ങൾ വെള്ള പൂശുന്ന ആളുകളായിട്ട് മാറുന്നു എന്നതാണ് കണ്ടത്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അവിടെയാണ് ഈ ട്രൂത്ത് ആൻഡ് റെക്കൺസീലിയേഷൻ എന്ന് പറയുന്നതിൽ ഈ ട്രൂത്ത് എന്ന് പറയുന്ന സംഗതിയെ നിങ്ങൾ അപ്പാടെ തള്ളിക്കളയുന്നവരായിട്ട് മാറുന്നത്.